ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സന്തോഷമായിട്ടും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ ഇന്ന് ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് പോവാണേ. കല്യാണം നടക്കുന്നത് അങ്ങ് കണ്ണമാലിയിലാണ്. അതുകൊണ്ട് തന്നെ റോഡ് ട്രാഫിക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈപ്പിനിൽ നിന്ന് ജങ്കാർ എടുത്തിട്ടാണ് പോയത്. രാവിലെ ആയതുകൊണ്ട് തന്നെ 2 ജങ്കാർ സർവീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അധികം നേരം ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. പിന്നെ ഉച്ച ടൈമിലാണെങ്കിൽ 1 ജങ്കാറേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളിനി പോകുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് പോണേ. ഈ റോഡ് ട്രാഫിക്കിനിടയിൽ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റിയൊരു മാർഗ്ഗമാണ് ഈ ജങ്കാർ സർവീസ്. അതാകുമ്പോൾ കുറച്ച് ടൈം കൊണ്ട് നമുക്ക് അക്കരെ എത്താനും പറ്റും. റോഡ് ട്രാഫിക്കിൽ നമ്മൾ അത്രയും നേരം വേസ്റ്റ് ചെയ്യാൻ വേണ്ട. ഇങ്ങനെ ജങ്കാർ ത്രൂ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് വെറും ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇങ്ങനെ പോയാലെത്തും. പിന്നെ കുറച്ച് ടൈം വേസ്റ്റ് ആവുന്നത് ജങ്കാറിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഒരു 15 മിനിറ്റ് ഇടയിലാണ് നമുക്ക് ജങ്കാറുകൾ വരുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ പള്ളിയിൽ ഇരിക്കുകയാണേ. പള്ളിയിലാണ് അവരുടെ കെട്ട് നടക്കുന്നത്. വധുവിൻ്റെ പേര് ഹെൽന, വരൻ്റെ പേര് ജിഗിൽ. ജിഗിൽ അബുദാബിയിൽ തന്നെയാണ്, ഹെൽന ഇപ്പം നാട്ടിലാണ്. പള്ളി ഒരു കുഞ്ഞു പള്ളിയാണ്, പക്ഷെ നല്ല അടിപൊളിയായിട്ട് അവിടെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അവരുടെ പ്രാർത്ഥനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനകൾക്കിടയിൽ അവരുടെ പരസ്പര സമ്മതം ചോദിക്കുന്നുണ്ട്. വരനോടും വധുവിനോടും ഈ കല്യാണത്തിന് നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഒരു നല്ല കാര്യമാണല്ലേ? വരനോടും വധുവിനോടും ബന്ധുക്കളുടെ നാട്ടുകാരുടെയൊക്കെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് ഈ വിവാഹത്തിന് സമ്മതമാണോ എന്ന് ചോദിച്ചുറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഈ വിവാഹ ബന്ധത്തിലേക്ക് ഇവർ കടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് വിവാഹത്തിൽ ഏർപ്പെടേണ്ടതെന്ന ഒരു സന്ദേശം കൂടിയാണല്ലോ ഇവർ കൊടുക്കുന്നത്. പിന്നെ മിന്നുകെട്ടിലേക്ക് കടന്നു. ഈ മിന്നുകെട്ടലിലൂടെ പരസ്പരം അപരിചിതരായിരുന്ന 2 പേര് ഭാര്യ ഭർത്താക്കന്മാരായി. അതിനുശേഷം മന്ത്രപ്പ് കോടി കൈമാറലും പ്രാർത്ഥനകളും ഒക്കെയായിട്ട് ആ ചടങ്ങുകൾ അങ്ങനെ നടന്നുപോയി. അങ്ങനെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും എല്ലാം അനുഗ്രഹത്തോടെ ഇവർ വിവാഹിതരായി. ഇനി അടുത്തതായിട്ട് നടക്കുന്നത് പള്ളിയിലേക്ക് കാഴ്ചവെപ്പ് എന്ന് പറയുന്ന ചടങ്ങാണ്. പള്ളിയിലേക്ക് വീഞ്ഞും അപ്പവും അതുപോലെ പള്ളിയിലേക്ക് വേണ്ട പൈസയും കൂടി നമ്മൾ പള്ളിയിലേക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണിത്. ഇതോടുകൂടി പള്ളിയിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. പിന്നെ ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു. നമ്മളപ്പോൾ ഹാളിലേക്ക് പോയി. ഹാളിലെത്തിയപ്പോൾ പയ്യൻ്റെ ബ്രദറ് ആൻഡ് സിസ്റ്റർ ഇൻ ലോ ഇവരാണ് മാലയിട്ട് കുരിശ് വരച്ച് അനിയനെയും അനിയത്തിയെയും ഹാളിലേക്ക് അനയിക്കുന്നത്. പിന്നെ ഇതവരുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയാണ് ഇവരെ സ്റ്റേജിലേക്ക് അനയിച്ചു കൊണ്ടുവരിക. പിന്നെ സ്റ്റേജിൽ അവരുടെ ബന്ധുക്കളുടെ കൂടെ നിന്ന് ക്യാൻഡിൽ തെളിയിക്കുന്ന ചടങ്ങാണ്. അത് വധുവും വരനും വരൻ്റെ ബന്ധുക്കളും വധുവിൻ്റെ ബന്ധുക്കളും, അതായത് അച്ഛനമ്മ ചേട്ടൻ ചേച്ചി അങ്ങനെയുള്ള ആളുകളെല്ലാം കൂടിയിട്ട് ഈ ക്യാൻഡിൽ കത്തിക്കുന്ന പരിപാടിയാണ്. പിന്നെ വധുവും വരനും കൂടിയിട്ട് കേക്ക് മുറിച്ച് പരസ്പരം ഷെയർ ചെയ്തു. അതിനുശേഷം 2 പേരും വൈൻ ഷെയർ ചെയ്തു. ഇനി അവരുടെ ജീവിതത്തിലുണ്ടാവുന്ന സുഖമായാലും ദുഃഖമായാലും പരസ്പരം ഷെയർ ചെയ്യും എന്നതിനുള്ള സിംബോളിക്കൽ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ് ഈ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ മധുരം ഷെയർ ചെയ്യുന്നത് നല്ലതാണ് എന്നല്ലേ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. വീണ്ടും ഫെറിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഫെറി കയറിയിട്ട് അക്കരെ എത്തി. അപ്പം ഫെറിയിൽ കയറിയിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. ഫെറി യാത്ര അതിമനോഹരമാണ്. നമുക്ക് ആ ബീച്ചിലൂടെ പോകുന്ന കപ്പലുകളും അതുപോലെ ബോട്ടുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല വെറൈറ്റി ആയിട്ടുള്ള ബോട്ടുകളും ഷിപ്പുകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. മീൻ പിടിക്കാൻ പോകുന്ന വള്ളക്കാരും അതുപോലെ ബീച്ച് ക്രോസ് ചെയ്യാൻ വരുന്ന യാത്രക്കാരും അതുമല്ലാതെ കുറേ വിദേശ സഞ്ചാരികളും അവിടെ ഉണ്ടാവും. ഫോർട്ട് കൊച്ചിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. അപ്പം ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്കറിയാം, ഫോർട്ട് കൊച്ചി ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിനും പേര് കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്.
ഈ ബീച്ചിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ചീനവലകളൊക്കെ കാണാൻ പറ്റും. നമുക്ക് മീനെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് മീനെ കിട്ടുകയും ചെയ്യും. നല്ല ക്വാളിറ്റിയുള്ള ഫിഷ് കിട്ടും. അപ്പോൾ ഞങ്ങളുടെ ജങ്കാറത് എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ യാത്ര ഇതോടുകൂടി കഴിഞ്ഞിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണും വരെ ടാറ്റാ ബൈ ബൈ.